ലോഗോസ് ക്വിസ്. റൂത്ത്. അദ്ധ്യായം 1. വായന. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദ്യയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ക്ഷാമം ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ തൻ്റെ ഭാര്യയെയും 2 പുത്രന്മാരുമായിട്ട് മോവാബ് ദേശത്ത് പരദേശിയായിട്ട് പാർക്കാൻ പോയി. അവന് എലിമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദ്യയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. യഹൂദ്യയിലെ ബേത്ലഹേമിലുള്ള എഫ്രാത്യർ ആയിരുന്നു ഈ ക്ഷാമം വന്നപ്പോൾ മോവാബ് ദേശത്ത് പോയി താമസിച്ചവർ. അവരുടെ പേരാണ് എലിമേലെക്ക്, ഭാര്യ നവോമി, 2 പുത്രന്മാർ മഹ്ലോനും കില്യോനും. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം നവോമിയുടെ ഭർത്താവായ എലിമേലെക്ക് മരിച്ചു. അവരുടെ മക്കളായ മഹ്ലോനും കില്യോനും മോവാബ്യ സ്ത്രീകളായ ഓർപ്പയെയും രൂത്തിനെയും വിവാഹം കഴിച്ച് അവിടെ ഏകദേശം 10 സംവത്സരം പാർത്തു. എവിടെയാണ് പാർത്തത്? മോവാബ് ദേശത്ത് മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഏകദേശം 10 സംവത്സരം കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവായ എലിമേലെക്കും 2 മക്കളായ മഹ്ലോനും കില്യോനും മരിച്ചു. അപ്പോൾ നവോമി മാത്രം ഒറ്റയ്ക്കായി. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എൻ്റെ മക്കളെ, മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്തു ഞാനും മരിച്ചു അടക്കപ്പെടും.
മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നതു മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്നു സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്തു നിന്ന് കൂടെ പോന്ന മരുമകൾ റൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. ആരുടെ കാലത്താണ് ക്ഷാമം ഉണ്ടായത്? ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എവിടെയാണ് ക്ഷാമമുണ്ടായത്? ദേശത്ത്. ഏത് ദേശത്താണ് ക്ഷാമമുണ്ടായത്? യഹൂദയിലെ ബേത്ലഹേമിൽ. മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയവരുടെ പേരുകൾ: എലിമേലേക്ക്, ഭാര്യ നവോമി, 2 പുത്രന്മാർ മഹ്ലോൻ, കില്യോൻ. അവർ ആരായിരുന്നു? എഫ്രാത്യർ ആയിരുന്നു. യഹൂദയിലെ ബേത്ലഹേമിൽ എഫ്രാത്തിയിൽ നിന്നുള്ളവരായിരുന്നു. മോവാബിൽ ചെന്ന് എലിമേലേക്കിൻ്റെ മരണശേഷമാണ് മഹ്ലോനും കില്യോനും മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്. നവോമിയുടെ മരുമക്കളുടെ പേരുകൾ: ഓർപ്പയും രൂത്തും. അവൾ എത്ര സംവത്സരം മോവാബ് ദേശത്ത് പാർത്തു? ഏകദേശം 10 സംവത്സരം. 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ആര്? നവോമി. എന്തുകൊണ്ടാണ് നവോമി മോവാബ് ദേശം വിട്ട് മടങ്ങി തൻ്റെ ദേശമായ യഹൂദ ദേശത്തേക്ക് പോകാൻ കാരണം? യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്. നവോമി മോവാബ് ദേശത്ത് നിന്ന് യഹൂദ ദേശത്തേക്ക് ആരോടു കൂടെയാണ് പുറപ്പെട്ടത്? തൻ്റെ മരുമക്കളോടുകൂടെ. എന്നാൽ നവോമി തൻ്റെ മരുമക്കളോട് എങ്ങോട്ട് മടങ്ങിപ്പോകുവാനാണ് പറഞ്ഞത്? തൻ്റെ അമ്മയുടെ വീട്ടിലോട്ട്. ആര് തൻ്റെ മരുമക്കളോട് ദയ കാണിക്കുമെന്നാണ് നവോമി പറഞ്ഞത്? യഹോവ. യഹോവ എങ്ങനെ തൻ്റെ മരുമക്കളോട് ദയ കാണിക്കും എന്നാണ് നവോമി പറഞ്ഞത്? മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ കാണിക്കും. നവോമി തൻ്റെ മരുമക്കളെ എന്തു ചെയ്തു? അവൾ ചുംബിച്ചു. ഞങ്ങളും നിന്നോടുകൂടെ എങ്ങോട്ട് പോരുന്നു എന്നാണ് മരുമക്കൾ നവോമിയോട് പറഞ്ഞത്? നിന്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോരുന്നുവെന്ന്. ആരാണ് അമ്മായി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞത്? ഓർപ്പ. രൂത്ത് അവളോട് എങ്ങനെ നിന്നു? രൂത്ത് അവളോട് പറ്റി നിന്നു. നിന്റെ സഹോദരി എങ്ങോട്ട് പോയി എന്നാണ് നവോമി രൂത്തിനോട് പറഞ്ഞത്? തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയി എന്ന്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് ആരാണ്? രൂത്ത് നവോമിയോട്. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന് പറഞ്ഞതാര്? രൂത്ത് നവോമിയോട്. അവർ രണ്ടുപേരും ബേത്ലഹേം വരെ എങ്ങനെയാണ് പോയത്? നടന്ന്. അവരെ കണ്ടപ്പോൾ ഇത് നവോമിയോ എന്ന് ആരാണ് ചോദിച്ചത്? സ്ത്രീജനം. നവോമി അല്ല പിന്നെ എന്ത് വിളിപ്പാനാണ് നവോമി തന്നെപ്പറ്റി പറഞ്ഞത്? മാറ എന്ന് വിളിപ്പാൻ. എന്തുകൊണ്ടാണ് നവോമി തന്നെ മാറ എന്ന് വിളിക്കാൻ പറഞ്ഞത്? സർവശക്തൻ ഏറ്റവും കയ്പുള്ളത് അവളോട് പ്രവർത്തിച്ചതുകൊണ്ട്. നിറഞ്ഞവളായി പോയ അവളെ യഹോവ എങ്ങനെയാണ് മടക്കി വരുത്തിയിരിക്കുന്നത്? ഒഴിഞ്ഞവളായി. നിറഞ്ഞവളായി പോയ അവളെ ഒഴിഞ്ഞവളായി മടക്കി വരുത്തിയത് ആരാണ്? യഹോവ. നവോമി മോവാബ് ദേശത്ത് നിന്ന് ആരോട് കൂടെയാണ്
മടങ്ങി വന്നത്? മരുമകൾ റൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി. നവോമിയും റൂത്തും എപ്പോഴാണ് ബേത്ലഹേമിൽ എത്തിയത്? യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.